ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് സെലക്ഷൻ കോൺട്രാക്റ്റ് വേണ്ടി വന്നേക്കുന്നതാണ്. ഇത് കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ഞാൻ കറക്കി എനിക്ക് ഒരുത്തരം കിട്ടി. ഞാൻ അപ്പം തന്നെ വിറ്റു, കൊള്ളില്ലായിരുന്നു. ഇതാണ് നമ്മുടെ വേൾഡ് വൈഡിന് 3 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരെണ്ണം കറക്കി തന്നെ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും. എല്ലാം കറക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഓക്കെ, ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇനി ഇവിടെ കിട്ടാതെ എൻ്റെ ചോയ്സ് മാറാൻ സാധ്യതയില്ല. ഗോൾ കീപ്പറെ തന്നെ ഞാൻ എടുക്കുകയുള്ളൂ. ഉണ്ടോ മുകളിൽ എനിക്ക് കിട്ടിയായി. എന്നാലും ബാക്കി 2 കൂടെ കറക്കി വെക്കാം, എന്നിട്ട് നോക്കാം ഏതെങ്കിലും കിട്ടിയാലും. അകത്ത് പച്ചയെന്ന് തോന്നിക്കുന്നു. അകത്ത് പച്ചയാണെങ്കിലാണ് തോന്നുന്നു അടിക്കുന്നത്. എനിക്കറിയില്ല. ഏതൊരു പട്ടണാട്ടോ പിന്നെ വേണ്ട. ഓർമ്മയോടെ കിടക്കും. ലാസ്റ്റ് ആട്ടോ നമ്മൾ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കാൻ. ഇങ്ങനെ കത്തിയില്ലല്ലോ, ഇങ്ങനെ കത്തിയിട്ടില്ല ഗൈസ്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ബെർക്കാൻ പഠിച്ചു. ഓ സത്യം, ബെർക്കാൻ പഠിച്ചു. ഓ ഞാൻ അടിക്കുന്ന പ്രതീക്ഷ കേട്ടോ. ലാസ്റ്റ് വണ്ടി തന്നെ എനിക്ക് ബെർക്കാൻ പഠിച്ചു കേട്ടോ. എൻ്റെ 3rd ചോയ്സ് ആയിരുന്നു കേട്ടോ ബെർക്കാൻ. എനിക്ക് അടിച്ചടാ ബെർക്കാൻ മീനെ അടിച്ചടാ. ഓ മൈ ഗോഡ്, നോക്ക് തിളങ്ങണു. വെയിറ്റ് ചെയ്യട്ടെ, നമുക്ക് 2 പേര് വെയിറ്റ് ചെയ്യാറ്റാം. പോയിട്ട് ഇനി വഴി എടുക്കട്ടെ. സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടി. ഓ ഇന്നത്തെ ഒരു പൊളി ദിവസം കേട്ടോ. ഓ സെറ്റപ്പേ നോക്കട്ടെ. വെറുക്കാൻ പഠിച്ചു. ഇപ്പം തന്നെ എനിക്ക് വേറൊരാളെ കിട്ടും. വെക്കാൻ പറ്റി അടിച്ചല്ലോ. ക്രിസ്ത്യൻ അബ്ലാട്ടി, ഏറ്റവും ലോയിസ്റ്റ് പ്ലെയർ ആയിട്ട് വെക്കാൻ പോകും. അടിച്ചല്ലോ, വലിയ കാര്യം. സൈൻ ചെയ്യുക. എനിക്ക് എന്തോ പോലെ സൈൻ ചെയ്യാം. ഓ ഈ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ പിന്നിലെന്ത് പണിയായിരുന്നു. എത്ര കഷ്ടപ്പെട്ട് ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് ഞാൻ നേടിയെടുത്തേന്നോ എനിക്കത് മനസ്സിലാവില്ല. ഞാൻ എത്രയാ 41 മിനിറ്റിൻ്റെ ഫുട്ടേജ് ഉണ്ട്. എബൌട്ട് 4 മണിക്കൂറിൻ്റെ കളികൾക്ക് ശേഷമാണ് എനിക്ക് അടിച്ചത് കേട്ടോ. സെലക്ഷൻ കോൺട്രാക്റ്റിനുള്ളതായത് അത്രയും കളിക്കേണ്ട വന്നു. 41 മിനിറ്റ് ഫുട്ടേജ് ഉണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ട്രെയിൻ ചെയ്ത് ടീമിലിടും. അതിന് മുമ്പ് ആവശ്യമാത്ത 2 ആൾക്കാർ വിൽക്കണം. ഒന്ന് ബർക്കോളയാണ് വേണ്ട, ബർക്കോളയുടെ കിടക്കട്ടെ. ആര് വെക്കണം? ബർക്കോളന് വെക്കാമല്ലേ? ബർക്കോളന് വെക്കാം. ഇവനൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കളിച്ച് മേടിച്ചാണ്. പോട്ട് ആവശ്യമില്ല. പിന്നെ ഈ കിലിയൻ എംബാപ്പേൻ്റെ മറ്റേ കിലിയൻ എംബാപ്പ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ കിലിയൻ എംബാപ്പേനെ വിൽക്കുകയാണ്. അതിന് പകരം ആരൊക്കെയാന്ന് നോക്കിയാൽ ക്രിസ്ത്യൻ അബിയാട്ടി. ഈ പേര് പഠിക്കേണ്ടി വരും. ആദ്യം ബൂസ്റാഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റാണ്ടം ചെയ്യാം. റാണ്ടം ചെയ്യുന്നത് നല്ലത്. റാണ്ടം ചെയ്യണേ നല്ലത്. ബർക്കാമിൻ്റെയും ചെയ്യാം. ഷൂട്ടിങ് എനിക്ക് വേണ്ടത് കിട്ടി ബർക്കാമിന്. ഓക്കെ, 2 ഡ്രീം ചെയ്യണ്ടേ. എൻ്റെ ഇതുണ്ടാവും. താഴത്തെ തന്നെ വലിയ ധൈര്യമായിട്ടില്ല കേട്ടോ. ഇതിനകത്ത് കിടക്കേണ്ട വരും. 7 തീർന്നു വേണ്ടേ. ഇങ്ങനെ പോവാ, ഓറിലോട്ട് പോവാ. ഇവന് 8 മൊത്തത്തിൽ. ഓക്കെ, അയ്യോ ബർക്കാമിൻ്റെ ഫുള്ളായില്ലേ. അതിൻ്റെ പരിപാടിയത്.
സെറ്റാക്കണം ബർക്യാമിൻ്റെ. എന്നിട്ട് റെക്കമെൻഡഡ് ബർക്യാം 99 കയറുള്ളൂ. കുഴപ്പമില്ല. നമ്മൾ ഗോൾ കീപ്പർ കയറിയാൽ മതി, നമുക്ക് വേറൊന്നുമില്ല. 100 കയറും, സമാധാനമുണ്ട്. നമുക്ക് സ്കോർ സെറ്റാകട്ടോ. ബർക്യാനോട് കിടക്കട്ടെ. അയ്യോ, ഞാൻ എന്നെ കാട്ടില്ല, എനിക്ക് എന്തോലെയാവണം. ലുക്ക് 101 ഗോൾ കീപ്പർ. ബർക്യാമ്പ് എത്രയാന്ന് നോക്കട്ടെ കേട്ടോ. 99 ആണെങ്കിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ ബർക്യാമ്പിനെ കിട്ടിയല്ലോ, അത് ഞാൻ വലിയ കാര്യം. AMF അല്ലേ, 100 ഉണ്ടോ? 100 വിനിക്ക് പകരം ഇടണ്ട, വിനിക്ക് ആരും ഇടണ്ട, വിനി കളിക്കട്ടെ. ഇവന് ഏതെങ്കിലും സ്ട്രൈക്കർ പകരം ഇടാം. ഏപ്പിക്കിനെ ഇവിടെ നിന്ന് മാറ്റണോ? വേണ്ട അല്ലേ, വേണ്ട. ഇവനെ നന്നായിട്ട് കളിക്കും. ഹാൻഡിൽ പകരം ഇടാം, കിടക്കട്ടെ. എനിക്ക് ആവശ്യമുണ്ട്. ഞാനൊരു മുഖ്യമായ മാറ്റത്തിന് വന്നേക്കുന്ന കേട്ടോ. അവനിവിടെ കളിക്കില്ല അല്ലേ? കുഴപ്പമില്ല, നമുക്ക് അവന് വേണ്ടി പയ്യൊരു സെറ്റിങ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം കുഴപ്പമില്ല, എല്ലാവർക്കും കുഴപ്പമാണ്. പക്ഷേ കുഴപ്പമില്ല, ബർക്യാമ്പ് കളിക്കും. ടീമിന് പറ്റിയ ആൾ തന്നെ കിട്ടിയിട്ടാണ് ബർക്യാമ്പ്. കുറേ പാസിംഗ് റേഞ്ച് ഇട്ടുണ്ട്. എൻ്റെ കോച്ച് ക്രോയ്ഫ് കേട്ടോ, അതുകൊണ്ട് ദിസ് വിൽ ബെനിഫിറ്റ്. ഡെസ്റ്റാംസ് ഉണ്ട് കേട്ടോ. ഡെസ്റ്റാംസ് നല്ലൊരു കോച്ച്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെറ്റപ്പ് വീഡിയോ ആയിരുന്നു. ഇന്നിവിടെ നിർത്തുക. സെറ്റപ്പ് വീഡിയോ തന്നെയായിരുന്നു. സപ്പോസിലേത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഇനി ആരെ കിട്ടി വാശിച്ചുടനെ തരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലിൽ കയറി ബാക്കിയുള്ള വീഡിയോസും ചെക്കൗട്ട് ചെയ്യണം. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.